കാരണം NDA സംസ്ഥാന ചെയർമാനും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കൂടിയാണ് പ്രധാന സേവകൻ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് 27-നാണ്. BJP പ്രവർത്തകരുടെ ആവേശം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, ആത്മവിശ്വാസവും വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആവർത്തിച്ചുള്ള കേരള സന്ദർശനവും. എന്തായാലും ചന്തു ചന്ദ്രശേഖർ നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ചന്തുവിനൊപ്പം ഇന്ന് BJP നേതാവായ VV രാജേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചന്തുവിലേക്ക്. അനു, പ്രധാനമായും പ്രധാനമന്ത്രി 27-ന് തിരുവനന്തപുരത്ത് എത്തുന്നത് സംബന്ധിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമാണ്. അതുകൊണ്ട് തന്നെ വളരെ അധികം ആഹ്ലാദപൂർവ്വമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് BJP ജില്ലാ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. അതിനിടയ്ക്ക് നമുക്ക് BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് നമ്മളോടൊപ്പം രാവിലെ അല്പസമയം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഒരുക്കങ്ങൾ ഏതുവരെയായെന്ന്. പ്രധാനമായും പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വളരെ ആഹ്ലാദപൂർവ്വം അദ്ദേഹത്തെ വരവേൽക്കാൻ തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഏത് തരത്തിലാണ് ഒരുക്കങ്ങൾ, BJPയുടെ ഒരുക്കങ്ങൾ ഏത് തരത്തിലായി, എവിടെ വരെയായി? ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ തിരുവനന്തപുരം സന്ദർശനത്തിന് മറ്റുള്ള തവണയുള്ള സന്ദർശനങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് 50 വർഷം മുൻപ് തന്നെ, അല്ലെങ്കിൽ ജനസംഘ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ, ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയായാലും അയോധ്യ ശ്രീരാമക്ഷേത്രമായാലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി 50-60 വർഷം അതിൽ മുറുകെ പിടിച്ച് ജനങ്ങളുടെ അനുവാദത്തോടെ നിയമവിധേയമായി ഇതൊക്കെ തന്നെ നടപ്പിലാക്കിയിട്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രി. അതോടൊപ്പം തന്നെ കോമൺ സിവിൽ കോഡിൻ്റെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് തലവൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്രത്തോളം ഗവൺമെൻറ്റിൻ്റെ എനർജി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന നികുതിപ്പണം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു അഴിമതി ആരോപണത്തിന് പോലും വിധേയമാകേണ്ടി വന്നിട്ടില്ലാത്ത ആദ്യത്തെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ചരിത്രം സൃഷ്ടിച്ചിട്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അവസാനത്തെ UAE സന്ദർശനം ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദിക്ക് കീഴിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇന്ത്യ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ രാജ്യം ഈ ഏപ്രിൽ മെയ് മാസം കഴിയുന്നതോടുകൂടി ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉയരുന്നതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നു. ഇത്രത്തോളം ചരിത്രങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർക്ക് അപ്പുറം ഇതുവരെയും BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലുള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, വളരെ വലിയൊരു അളവിൽ നിഷ്പക്ഷരായ ജനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വരവിൽ ചിത്തരാണ്. അതിനുള്ള നല്ല തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അദ്ദേഹം എത്തുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും പരിപാടികൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോൾ റോഡ് ഷോ ഉണ്ടെന്ന് പറയുന്നു, പിന്നെ കൂടാതെ ഈ പദയാത്രയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റ് ഒഫീഷ്യൽ പരിപാടികളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരുക്കങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഔദ്യോഗിക അറിയിപ്പ്, ആ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഈ പരിപാടികളുടെ ഒരു നടപടിക്രമങ്ങളായിട്ടുണ്ട്? അദ്ദേഹത്തിന് ചില ഗവൺമെൻറ് പരിപാടികൾ ഉൾപ്പെടെയാണ് ഈ സന്ദർശനത്തിലുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടില്ല. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആദ്യത്തെ മീറ്റിംഗ് വരുന്നത്. എന്തായാലും BJP നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ പരിപാടി ഉണ്ടാകും. നമ്മുടെ കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലായിട്ട് സംസ്ഥാന അധ്യക്ഷൻ നടത്തി വരുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ കേരളത്തിലെ സമാപന സമ്മേളനത്തിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുന്നത്. അത് വളരെ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള പരിപാടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ നരേന്ദ്രമോദിയുടെ വരവ് ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. കാരണം പ്രധാനമന്ത്രി വരുന്നു, പദയാത്രയുടെ സമാപനം നടക്കുന്നു. അപ്പോൾ തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് ഈ ഒരു തിരക്ക് പിടിച്ച ഷെഡ്യൂൾ എങ്ങനെയാണ്? ഞങ്ങൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒക്കെ നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ചിട്ടപ്പെടുത്തുകയും ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൂടുതൽ നല്ല പ്രവർത്തനം എന്ന് പറയുമ്പോഴേക്കും ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ലഭിച്ചവരും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന വിഭാഗങ്ങളിലുമൊക്കെ തന്നെ ഞങ്ങൾക്ക് കടന്നു ചെന്ന് കൂടുതൽ സ്വീകാര്യം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് വോട്ട് ചെയ്യാൻ മനസ്സുള്ള ജനതയാണ് തിരുവനന്തപുരത്തുള്ളത്. എന്നാൽ ചില തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അട്ടിമറികൾ, ചില തെറ്റിദ്ധരിപ്പിക്കുന്ന ചില നിലപാടുകൾ ചില സാമുദായിക സംഘടനകളൊക്കെ തന്നെ, മതസംഘടനകളൊക്കെ എടുത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജയത്തിലെത്താൻ സാധിക്കുന്നത്. അവരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. BJPയോടും കേന്ദ്ര ഗവൺമെൻറ്റോടൊപ്പം നിൽക്കുമ്പോഴാണ് കൂടുതൽ കരുത്താർജിക്കാൻ സാധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരൊക്കെ തന്നെ ഞങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു. അതുകൂടെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. മറ്റൊന്ന്,
കഴിഞ്ഞ 15 കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജയിപ്പിച്ച് വിട്ട ഒരു MP-യുടെ അസാന്നിധ്യം, ഈ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു പോയ ആളാണെന്ന് പോലും അദ്ദേഹം ഓർക്കാത്ത തരത്തിലുള്ള പുതിയ പുതിയ ലാവണങ്ങൾ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രയാണം ഈ മണ്ഡലത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു അനാഥത്വത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. അതൊക്കെ തന്നെ ശക്തമായിട്ട് BJPക്ക് അനുകൂലമായ വികാരമായി പ്രതിഫലിക്കും. അവസാനമായി ഒരു കാര്യം കൂടി, ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ചർച്ചയാകുന്നത് കേരളത്തിലടക്കം ഗ്രാമീണ മേഖലയിലടക്കം വളരെയധികം ചർച്ചയാകുന്നുണ്ട്. ഈ വികസിത സങ്കല്പ യാത്രയും അതുമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ CPM-ഉം കോൺഗ്രസും ഒക്കെ രാഷ്ട്രീയപരമായി ഇതിനെ നേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ CPM ആണെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായ അന്വേഷണം പതിവായി പറയുന്നു, പിന്നെ കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം സത്യാവസ്ഥ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി ഇടത് വലത് മുന്നണികൾ ഇവിടെ കൈകോർത്തു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതിനെ എങ്ങനെയാണ് BJP നോക്കുക? ചില ഘട്ടങ്ങളിൽ ചില വർഷങ്ങളിൽ അവരുടെ ഈ കൈകോർക്കൽ വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. ചില മണ്ഡലങ്ങളിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ അത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ ജനം, അതുകൊണ്ട് തന്നെ അത് മടുത്ത ജനം, ഈ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെയും നിലപാടിൽ വിയോജിപ്പുള്ള ആദർശ ശുദ്ധിയുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഒരുപാട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടി പറയുന്നത് പോലെ ക്രോസ് ഔട്ട് ചെയ്യാൻ നിൽക്കില്ല. ഇപ്പോൾ അവർ ദേശീയതയ്ക്ക് അനുകൂലമായിട്ട് അവർക്കുൾപ്പെടെ അവരുടെ കരങ്ങളിൽ ഉൾപ്പെടെ ഗവൺമെൻറ് പദ്ധതികൾ കിട്ടുകയല്ലേ. അതുപോലെ തന്നെ കോൺഗ്രസിൽ പ്രതീക്ഷയറ്റ് ജനകീയ അടുത്തുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതിൽ കോൺഗ്രസിൻ്റെ നല്ല പ്രവർത്തകർക്കും അനുഭാവികൾക്കും മനമെടുപ്പുണ്ട്. അവരൊക്കെ തന്നെ ദേശീയ ബോധമുള്ള കോൺഗ്രസ്സുകാർ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ LDF-ൻ്റെയും UDF-ൻ്റെയും സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ പറഞ്ഞാൽ പോലും പരസ്പരം ചേർന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നിലപാട് അവരുടെ അണികൾ ഇത്തവണ സ്വീകരിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും മനു, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആഘോഷപൂർവ്വം പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒക്കെ ഒരുക്കുന്നതിലുള്ള തിരക്കിലാണ് BJP ജില്ലാ നേതൃത്വവും VV രാജേഷും ഒക്കെ. അതിന്റെ തിരക്കുകൾ അദ്ദേഹത്തിന് സ്വാഭാവികമായുമുണ്ട്. അതിനിടയ്ക്കാണ് നമ്മോടൊപ്പം ഒരു 5 മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞത് തന്നെ. എന്തായാലും 27-ാം തീയതി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുന്നോടിയായി സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു യോഗം ഇന്ന്, ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട്. 10 മണിയോടുകൂടി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുക. അതിൽ DGP, ക്രമസമാധാന ചുമതലയുള്ള ADGP, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഈ യോഗത്തിൽ പ്രധാനമായും പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ഔദ്യോഗിക പരിപാടികൾക്ക് ഏർപ്പെടുത്തേണ്ട സുരക്ഷ, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ചർച്ചയാകും. അതുപോലെ തന്നെ സർക്കാർ ഇത്തരം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ BJPയും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. തലസ്ഥാന ജനത തന്നെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അനു, തീർച്ചയായും ചന്തു, തൃശ്ശൂര്, കൊച്ചി, അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൂടി അദ്ദേഹം എത്തുകയാണ്. 27-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുക.